ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണമന്ദയുടെ രാമായണ മാസ ആചരണത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് ഇവിടെ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ശ്രീമതി ടി ഗീത ടീച്ചറാണ്. പ്രശസ്ത സംഗീതജ്ഞരായിട്ടുള്ള വൈക്കം വാസുദേവൻ നായരുടെയും തങ്കം വാസുദേവൻ നായരുടെയും മകളാണ്. ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിലെ ഫിലോസഫി വിഭാഗം മേധാവിയായി 2012 വിരമിച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവർക്ക് ക്ലാസുകൾ എടുക്കുന്നു. കൂടാതെ ഭാഗവത സത്രവേദികളിലും അമ്പലങ്ങളിലും ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തുന്നു. കൃഷ്ണമന്ദേ കുടുംബത്തിന്റെ പേരിൽ ടീച്ചറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സുന്ദരകാണ്ഡത്തിലെ ഹനുമാൻ സ്വാമി എന്നതാണ് ടീച്ചറുടെ ഇന്നത്തെ വിഷയം. നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം. ഹരി ഓം ടീച്ചർ, നമസ്കാരം. ആരംഭിച്ചോളൂ. നമസ്തേ. തുടങ്ങട്ടെ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭാ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരംബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കൃഷ്ണമന്ദേ എന്ന ഈ ആധ്യാത്മിക ഗ്രൂപ്പിൽ ഒന്നുകൂടി നിങ്ങളോടൊപ്പം പങ്കെടുക്കുവാൻ സാധിച്ചതിലുള്ള നന്ദിയും സ്നേഹവും ആദ്യമായി ഞാൻ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട തിരുമേനിക്ക് മനസ്സുകൊണ്ട് പാദ നമസ്കാരം ചെയ്യുന്നു. പ്രിയപ്പെട്ട കൃഷ്ണമന്ദയിലെ എൻ്റെ കുടുംബാംഗങ്ങളെ, ഇതൊരു സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തമാണ് ഇന്ന്. കർക്കിടകം 31. നമ്മളൊക്കെ ഭഗവാന്റെ പട്ടാഭിഷേകവും ഒക്കെ വായിച്ച് ഫലശ്രുതിയും ഒക്കെ കേട്ട് രാമായണത്തിന്റെ പൂർണ്ണമായി വായിച്ചു കഴിഞ്ഞിട്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഹനുമാൻ സ്വാമിയെ കുറിച്ച് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പങ്കിടുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ബാക്കി നമ്മൾ രാമായണത്തിലെ കാണ്ഡങ്ങളൊക്കെ എടുത്തു നോക്കുവാണെങ്കിൽ അവയുടെയൊക്കെ പേരൊന്ന് ഓർത്താൽ അയോധ്യാകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, യുദ്ധകാന്ഡം, ഇതൊക്കെയാണ് ഇങ്ങനെ കാണ്ഡങ്ങളുടെ പേര്. പക്ഷേ സുന്ദരകാന്ഡം എന്നാണ് എഴുത്തച്ഛൻ ഈ കാണ്ഡത്തിന് പേരിട്ടിരിക്കുന്നത്. സുന്ദരിയാണ് ഈ കാണ്ഡം, മനോഹരിയാണ്. സുന്ദരകാന്ഡത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ഹനുമാൻ സ്വാമിയാണ്. ഹനുമാൻ സ്വാമിയാണ് സുന്ദരകാന്ഡം. അതുകൊണ്ട് നമുക്ക് സുന്ദരകാന്ഡം വായിക്കുവാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിൽ ചില അക്ഷരത്തെറ്റുകളൊക്കെ വരാറുണ്ട്. നല്ല പോലെ ശ്രദ്ധയോടുകൂടി സുന്ദരകാന്ഡം വായിച്ചു പഠിച്ചാൽ നമുക്ക് മലയാള ഭാഷയും ഒക്കെ നന്നായി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പറയാറുണ്ട്. അപ്പൊ ഹനുമാൻ സ്വാമിയുടെ കഥയാണ് സുന്ദരകാന്ഡം. ഹനുമാൻ സ്വാമി ആരാണ്? എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു ഓർമ്മിപ്പിക്കൽ മാത്രം, കഴിഞ്ഞ ഗുണത്തെ പോലെ തന്നെ. ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞാൽ ശ്രീ മഹാദേവന്റെയും പാർവതീദേവിയുടെയും അംശമായ, ദിവ്യാംശമായി, വായുതനയപുത്രനായി, കേസരി അഞ്ജനാതനയനായി വന്ന ഹനുമാൻ സ്വാമി, ചിരഞ്ജീവിയായ ഹനുമാൻ സ്വാമിയുടെ ബലവീര്യങ്ങൾ ആർക്ക് വർണ്ണിക്കാനാകും? നമ്മുടെ കുട്ടികൾ, ഞാൻ ഹനുമാൻ സ്വാമിയെ പഠിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, അദ്ദേഹത്തിലുണ്ട് സൂപ്പർമാൻ, അദ്ദേഹത്തിലുണ്ട് സ്പൈഡർമാൻ, അദ്ദേഹത്തിലുണ്ട് ഹൾക്ക്, അദ്ദേഹത്തിലുണ്ട്. കുട്ടികളുടെ കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് ഈ കഥാപാത്രങ്ങളുടെ ഒക്കെ ക്വാളിറ്റീസ് നമ്മുടെ ഹനുമാൻ സ്വാമിയിലുണ്ട്. അതിബലവാനാണ്, അതിശക്തിമാനാണ്, അഷ്ടൈശ്വര്യങ്ങൾ എല്ലാം ഉണ്ട് അദ്ദേഹം. ഒരു സൂപ്പർ ഹീറോ ആണ് നമ്മുടെ പുരാണ കഥാപാത്രങ്ങളിൽ ഹനുമാൻ സ്വാമി. അപ്പൊ നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ മാതൃകയാക്കുന്നില്ല? എല്ലാം അദ്ദേഹത്തിന്റെ ചെയ്തികളിലെല്ലാം നമ്മൾക്ക് കാണാം. എത്ര സമർപ്പണത്തിന്റെ ഒരു
ആണ്. സമർപ്പണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എപ്പോഴും സമർപ്പണം, വിനയം, എളിമ, ഇതൊക്കെ അദ്ദേഹത്തിലുള്ള ക്വാളിറ്റീസ് ആണ്. അപ്പം സേവനം, ഒരു സേവകൻ എങ്ങനെയായിരിക്കണം, ഒരു ദൂത് എങ്ങനെ കൊണ്ടുപോകണം, ഒരു നല്ല ആശയവിനിമയ ശേഷിയുള്ള ഒരു വ്യക്തിത്വം, അങ്ങനെ എന്തെല്ലാം ഗുണങ്ങളാണ്. അപ്പൊ നമ്മുടെ കുട്ടികള് ഇദ്ദേഹത്തെ മാതൃകയാക്കാം, നമ്മൾക്ക് മാതൃകയാക്കാം. മനുഷ്യര് രാമായണം വായിക്കുമ്പോൾ, ഇന്ന് നമ്മൾ രാമായണം വായിച്ചു തീർന്നല്ലോ, രാമായണം വായിക്കുമ്പോൾ രാമായണങ്ങൾ തരുന്നത് അനുഭവങ്ങളാണ്, ഓരോ വ്യക്തികളുടെ അനുഭവങ്ങൾ. ഈ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളാണ് ഈ 31-ാം തീയതി നമ്മൾ അറിയേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 31 ദിവസം വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിച്ചു ശ്രീരാമനിൽ നിന്ന്, എന്ത് സീതയിൽ നിന്ന്, എന്ത് ഹനുമാൻ, അങ്ങനെ 20 കഥാപാത്രങ്ങളെ മെയിൻ ആയിട്ടുള്ളൂ. അപ്പൊ ഇതിൽ ഹനുമാൻ സ്വാമി ഈ ജനിച്ചപ്പോൾ തന്നെ സൂര്യഭഗവാന്റെ അടുത്തേക്ക് ചാടിയതാണ്. 500 യോജന പഴമാണെന്ന് കരുതി അത് പിടിക്കാൻ പോയത്. അദ്ദേഹത്തിന്റെ ഗുണങ്ങള്, ബലവീര്യങ്ങള് വളരെ വളരെ കൂടുതലാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ്. അദ്ദേഹത്തിന് ഒരു വിദ്യാർത്ഥി എങ്ങനെയാവണം എന്നുള്ളത് നമുക്ക് ഹനുമാൻ സ്വാമിയിൽ നിന്ന് പഠിക്കാം. അദ്ദേഹം ചെറുപ്പത്തിലെ തന്നെ ഈ ഹോമം നടക്കുന്നിടത്തൊക്കെ, കൊച്ചുകുട്ടിയെ ആയിരിക്കുമ്പോഴേ വളരെ കുസൃതിയായിരുന്നു ഹനുമാൻ സ്വാമി. ഈ ഹോമം നടക്കുന്നിടത്തൊക്കെ ചെന്ന് അവരുടെ ഈ യോഗീശ്വരന്മാരുടെ ഹോമപാത്രങ്ങളൊക്കെ തല്ലി ഉടയ്ക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, കുട്ടിയാണെങ്കിൽ പോലും പറയും, ഈ സ്വർഗീയ സുഖത്തിന് ഇതൊക്കെ വേണോ, കർമ്മകാണ്ഡത്തിനെ ദുരുപയോഗം ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. എത്ര അർത്ഥവത്തായ ചോദ്യം. അതിന് നിങ്ങൾ ഈശ്വരനെ സ്മരിക്കൂ, നിങ്ങളുടെ ഭക്തി മാത്രം മതി. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഈശ്വരനുണ്ട്, ഒരു ചൈതന്യമുണ്ട്, ഒരു പ്രഭാവമുണ്ട്. ആ പ്രഭാവത്തിനെ നിങ്ങൾ സ്മരിക്കാനാണ് അദ്ദേഹം പറയണത്. കുട്ടിയായിരുന്നപ്പോ പോലും ഉടനെ ഈ മുനിമാരെല്ലാം കൂടി ശപിച്ചു, നിന്റെ ബലം അമിത ബലമാണ്, ചെറുപ്പത്തിലെ അനുഗ്രഹങ്ങൾ, ഇന്ദ്രൻ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്, മഹാദേവൻ ചിരഞ്ജീവിത്വം കൊടുത്തിട്ടുണ്ട്, ഒത്തിരി ഈശ്വരന്മാരുടെ അനുഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ട്. അപ്പൊ ഇദ്ദേഹം മുനിമാര് ശപിച്ചു ഈ ഹോമപാത്രങ്ങള് നശിപ്പിച്ചപ്പോ, നിന്റെ ബലം നിനക്ക് ഓർമ്മിക്കാതെ പോകട്ടെ, അമിത ബലവാനാണ്. പക്ഷേ സമയം അത്യാവശ്യം വരുമ്പോ ആരെങ്കിലും ഇത് ഓർമ്മിപ്പിച്ചാൽ നീ ഓർക്കും. അപ്പൊ ആരെങ്കിലും ഒന്ന് ഓർത്തു കൊടുക്കണം. ഇത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉർവശി ശാപ ഉപകാരമാണെന്ന് പറഞ്ഞാൽ, അതിബലവാനല്ലേ. ഈ മഹാത്മാക്കളെല്ലാം അവരുടെ അമിതമായ ശക്തി ഉപയോഗിക്കുന്നത് ലോക നന്മയ്ക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ അവരത് ഉപയോഗിക്കില്ല. അവരൊരിക്കലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ അമിത ബലം ഉപയോഗിക്കില്ല. എവിടെ അധർമ്മം ഉണ്ടോ അവിടെ ഉപയോഗിക്കും. അപ്പൊ ഇദ്ദേഹത്തിന് ആ ഒരു ശാപം അങ്ങനെ ഓർമ്മിച്ചാൽ മാത്രമേ ആ ബലത്തിനെ നമുക്ക് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ എന്ന് പറഞ്ഞത് വലിയ ഒരു ഗുണമായി മാറി. അദ്ദേഹം ഒരു വിദ്യാർത്ഥി അപ്പൊ പഠിക്കേണ്ട സമയമായി. കുട്ടി എങ്ങനെ പഠിക്കും എന്നുള്ളതൊരു ചോദ്യം. ആരാണ് പഠിപ്പിക്കുന്നത്? അദ്ദേഹത്തിന്റെ വർഗം കുരങ്ങിന്റെ വർഗത്തിലാണല്ലോ. അപ്പൊ ഈ കുരങ്ങന്മാരുടെ ഒരു കഴിവെന്തെന്ന് പറഞ്ഞാൽ ചാട്ടമാണ്, മരം ചാട്ടം. ഒരു മരത്തിൽ നിന്ന് വേറൊരു മരത്തിലേക്ക് അവരെപ്പോഴും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്ന, അതാണ് അവരുടെ സ്വാഭാവികമായ ഒരു പ്രകൃതം. അപ്പൊ നമ്മൾ ഓർക്കണം, ഹനുമാൻ സ്വാമി ഈ പ്രകൃതം എന്തിനാണ് ഉപയോഗിച്ചതെന്ന്. അദ്ദേഹം 100 യോജന ദൂരമുള്ള സമുദ്രം ചാടിക്കടക്കാനാണ് ഈ ചാട്ടം ഉപയോഗിച്ചത്, ലോക നന്മയ്ക്ക് വേണ്ടി, അധർമ്മം നശിക്കുവാൻ വേണ്ടി. അപ്പൊ ഒരു വിദ്യാർത്ഥി ബാലകനായപ്പോഴത്തേക്ക് എങ്ങനെയാണ് വിദ്യ അഭ്യസിക്കണേ? ഉപനിഷത്സും വേദങ്ങളും ബാക്കി പുരാണങ്ങളും ഒക്കെ പഠിക്കണം. എങ്ങനെ പഠിക്കും എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം തന്നെ അന്വേഷിച്ച് ആരിൽ നിന്നായിരിക്കും എന്റെ ഗുരു ആരാവണം. പ്രത്യേകിച്ചൊരു പ്രത്യേക ജന്മമാണല്ലോ അദ്ദേഹത്തിന്റെ. തന്നെ ആലോചിച്ച് ഞാൻ ആരെ സമീപിച്ചാൽ എനിക്ക് നന്നായി വിദ്യ അഭ്യസിക്കാം. അപ്പൊ നോക്കിയപ്പം കുന്തി കണ്ണോക്കിയതുപോലെ ഉദിച്ചുയർന്ന വന്ന സൂര്യഭഗവാനെ കണ്ടു. നമ്മുടെയൊക്കെ കാണപ്പെട്ട ഗുരുവാണ്, മഹാഗുരുവാണ്, ലോക ഗുരുവാണ്. അദ്ദേഹം സൂര്യഭഗവാനെ സമീപിച്ചിട്ട് പറഞ്ഞു, അങ്ങ് എന്നെ ഒന്ന് പഠിപ്പിക്കുമോ വേദങ്ങളും ശാസ്ത്രങ്ങളും പുരാണങ്ങളും? അപ്പൊ സൂര്യഭഗവാൻ പറഞ്ഞു, ഹനുമാനെ ഞാൻ എങ്ങനെയാ നിന്നെ പഠിപ്പിക്കുക? ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഒരു നിർത്തലില്ല, എപ്പോഴും സഞ്ചാരമാണ്, നീ എങ്ങനെ പഠിക്കും കുട്ടി എന്ന് ചോദിച്ചു. അത് നീ തന്നെ അതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ പുസ്തകം നിവർത്തിപ്പിടിച്ച് അങ്ങയുടെ മുൻപിൽ, അങ്ങയുടെ രഥത്തിന്റെ മുൻപിൽ പുസ്തകം നിവർത്തിപ്പിടിച്ച് പിറകോട്ട് സഞ്ചരിച്ച് ഞാൻ വിദ്യ അഭ്യസിച്ചോളാം ഗുരു എന്ന് പറഞ്ഞു. നോക്കൂ, ഒരു കുട്ടി
പഠിക്കാൻ കാണിക്കുന്ന നമ്മുടെ കുട്ടികൾ മാതൃകയാക്കണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ആരാവണം ഒരു വിദ്യാർത്ഥി? വിദ്യ അർത്ഥിക്കുന്നവനാണ് വിദ്യാർത്ഥി. അറിവ് നേടാനുള്ള ആഗ്രഹം ഉണ്ടാവണം. ഒരു വിദ്യാർത്ഥി ധർമ്മം അതാണ്. എങ്ങനെയാണേലും ഏത് ബുദ്ധിമുട്ട് സഹിച്ചാണേലും അറിവ് നേടണം കുട്ടികൾ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഇനി എങ്ങനെ പഠിപ്പിക്കുന്നടാ, എന്നാ എനിക്ക് പഠിക്കേണ്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞു പോയില്ല കുട്ടി പറയുക, ഞാൻ എന്ത് ബുദ്ധിമുട്ടായിരിക്കും, പിറകോട്ട് സഞ്ചരിക്കണം. ഭഗവാൻ മുമ്പിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ പിറകോട്ട് സഞ്ചരിച്ച് പുസ്തകം നിവർത്തിപ്പിടിച്ച് 60 നാഴിക കൊണ്ട് സകല ശാസ്ത്രങ്ങളും പഠിച്ചെടുത്തു ഹനുമാൻ സ്വാമി. സൂര്യഭഗവാൻ അങ്ങ് അത്ഭുതപ്പെട്ടു, എന്താ കഴിവ്. അപ്പൊ അദ്ദേഹത്തിനോട് പഠിച്ചു കഴിഞ്ഞ് 60 നാഴിക കൊണ്ട് പഠിച്ചു കഴിഞ്ഞപ്പോ അങ്ങേക്ക് എന്താണ് ഗുരുദക്ഷിണ എന്ന് ചോദിച്ചു. ഗുരുദക്ഷിണ വാങ്ങണം എന്നാണ് പറയുന്നത്. നമ്മൾ ഗുരുക്കന്മാര് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്താൽ ഒരു ദക്ഷിണ വാങ്ങണം. അപ്പോഴത്തേക്ക് സൂര്യഭഗവാൻ പറഞ്ഞു, എന്തിനാണ് എനിക്ക് ദക്ഷിണ? നിന്റെ ഈ സമർപ്പണം മതി കുട്ടി. നീ എത്ര സമർപ്പണ ബോധത്തോടു കൂടിയാണ് നീ ഈ പാഠങ്ങൾ പഠിച്ചത്, അത് മതി എനിക്ക്. അർപ്പണബോധം, അതിലേക്കുള്ള സമർപ്പണം, വിദ്യ നേടാൻ. ഉടനെ പറഞ്ഞു, പോരാ സ്വാമി, എനിക്ക് അങ്ങേക്ക് ഗുരുദക്ഷിണ തരണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്റെ മകൻ അങ്ങനെയാണെങ്കിൽ എന്റെ മകൻ ഋഷ്യമൂകാചലത്തില് സുഗ്രീവൻ അവന്റെ സഹോദരനെ പേടിച്ച്, ബാലിയെ പേടിച്ച് അവിടെയുണ്ട്. അവന്റെ കൂടെ 3 മന്ത്രിമാരേ ഉള്ളൂ. നീയും കൂടി ചേർന്ന് അവന് മന്ത്രിയാകൂ, അവനെ സഹായിക്കൂ. അങ്ങനെയാണ് സുഗ്രീവ മന്ത്രിയായത് ഹനുമാൻ സ്വാമി. അപ്പോൾ ഇവിടെ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കേണ്ടതാണ്, എങ്ങനെ പഠിക്കാം, കഷ്ടപ്പെടണം, കഷ്ടപ്പെടാതെ ഒന്നും നേടില്ല എന്നുള്ള ഒരു സന്ദേശം ഹനുമാൻ സ്വാമി നമുക്ക് തരികയാണ്. നമ്മുടെ കുട്ടികൾ അത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് അങ്ങനെ ഋഷ്യമൂകാചലത്തിൽ ചെന്നു. അവിടെ ചെന്ന് അവിടെ ബാലിയുടെയൊക്കെ കഥ അറിയാവുന്നതുകൊണ്ട് അങ്ങോട്ടും ഞാൻ പോകുന്നില്ല. അപ്പോഴാണ് കാട്ടിൽ കൂടി 2 മുനി വേഷധാരികൾ വരണ കണ്ടപ്പം ഈ സുഗ്രീവന് പേടിയ, ഭയമ, എപ്പോഴും ബാലി വന്ന് കൊല്ലുമോ. കാരണം ബാലി ഈ ഗുഹയിൽ നിന്ന് ഇറങ്ങി വന്ന് സുഗ്രീവനെ കൊല്ലാൻ ലോകമെല്ലാം ഇട്ട് ഓടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സീതയെ കണ്ടുപിടിക്കാൻ പകുതി സ്ഥലങ്ങളുടെ ജോഗ്രഫി പകുതിയും പഠിച്ചെടുത്തതാണ് ഈ സുഗ്രീവൻ. ഈ ഓട്ടത്തിനിടയിൽ അത്ര ഓടിച്ചാണ് അവസാനമാണ് ഈ ഋഷ്യമൂകാചലത്തിൽ വരണത്. അപ്പൊ ഋഷ്യമൂകാചലത്തിൽ നിന്ന് നോക്കുമ്പം കാട്ടിൽ കൂടി 2 മുനിവേഷധാരികൾ വരണു. ഉടനെ ഹനുമാനോട് പറഞ്ഞു, ഹനുമാനെ നീ ചെന്നോ ഒന്ന് അവരെ നോക്കൂ, അവർ നമ്മുടെ ശത്രുക്കളാണോ എന്നൊന്ന് നോക്കൂ, ബാലി അയച്ചിരിക്കുന്നവരാണോ, നീ ചെന്ന് നോക്കാം. അത്ര വിശ്വസ്തനാണ്. അപ്പൊ ഹനുമാൻ സ്വാമി ഒരു ബ്രാഹ്മണ വേഷത്തിൽ അങ്ങോട്ട് ചെന്നിട്ട് ആദ്യമേ നമസ്തേ പറഞ്ഞു, തല കുമ്പിട്ട്, നിങ്ങൾ ആരാണ്, എന്തിനു വന്നു, വളരെ, അതാ ഞാൻ പറയാം, ഒരു ഗുഡ് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയാം. നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലിന്റെ ഏറ്റവും പ്രകടമായി നമുക്ക് കാണാവുന്നത് ഹനുമാൻ സ്വാമിയിലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പം ചോദ്യങ്ങൾ ചോദിച്ചപ്പോ തന്നെ ശ്രീരാമസ്വാമി ഹനുമാനെ കണ്ടതോടുകൂടി ശ്രീരാമസ്വാമിക്ക് ഒരു പ്രത്യേക സ്നേഹം തോന്നി. ശ്രീരാമസ്വാമി ഇദ്ദേഹം പറഞ്ഞു, ഇത് വല്ല ശത്രുക്കളാണോ എന്ന് അറിയില്ലല്ലോ, ബ്രാഹ്മണ വേഷത്തില് മായാവിയായിട്ട് വന്നതാണോ. ലക്ഷ്മണന് സംശയം വരുമ്പോ പറയും, ഇല്ല ലക്ഷ്മണ, ഇല്ലൊരു അപശബ്ദം എങ്ങുമേ, നല്ല വയ്യാകരണൻ വടു നിർണയം. എത്ര സ്ഫുടതയാണ് ലക്ഷ്മണ ഇദ്ദേഹം പറയുന്നതില്, ഒരു തടസ്സവും ഇല്ലാതെ എത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഒരു തടസ്സവുമില്ല, സ്ഫുടത, ഇതൊക്കെയാണ് ഭാഷയ്ക്ക് വേണ്ടത്. നല്ല ഭംഗിയായി ഭാഷ കൈകാര്യം ചെയ്യുന്ന ഇയാൾ നല്ല വ്യാകരണത്തിലൊക്കെ അതിബുദ്ധിമാനാണ്, അറിവുണ്ട് എന്ന് പറയും. അപ്പൊ തന്നെ ശ്രീരാമസ്വാമി ഹൃദയത്തിൽ കോറിയിട്ടു, ഇവൻ തന്നെ എന്റെ സീതയെ കണ്ടുപിടിപ്പിക്കുന്ന ദൂതൻ, എന്റെ ദൂതൻ, രാമദൂതൻ ഇവൻ തന്നെ എന്ന് ശ്രീരാമസ്വാമി കോറിയിട്ടിട്ടുണ്ടാവാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയാണെന്ന്. എപ്പോഴാണ് തോളത്തെടുത്ത് കൊണ്ടുപോയി സുഗ്രീവന്റെ സമീപത്ത് നിന്നും അവര് സഖ്യം ചെയ്യണു. സഖ്യം ചെയ്യുമ്പോഴും നമ്മൾ നോക്കണം, ഒരു വിറകുകൊള്ളി കൊണ്ട് ഒരു വിറകുകൊള്ളി കൂട്ടി വെച്ചിട്ട് തീ എടുത്തിട്ട് ആ അഗ്നി സാക്ഷിയായിട്ടാണ് ഇവരുടെ സഖ്യം. ആ അഗ്നി സാക്ഷി എന്ന് പറഞ്ഞാൽ അവിടെ ഈശ്വരൻ ഉണ്ടെന്നാണ് അർത്ഥം. അഗ്നിയെ നമുക്ക് ഈശ്വരനായിട്ടും കരുതാം. അപ്പൊ ഈശ്വരന്റെ മുമ്പിലുള്ള ഒരു സഖ്യമായിരുന്നു അത്. അപ്പൊ ആ സഖ്യത്തിന് വെറുതെ ആകാൻ പറ്റില്ല, അത് വിജയത്തിലേക്ക് പോകും. എപ്പോഴും ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മൾക്ക് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അവസാനം വിജയത്തിലെത്തും എന്നുള്ളതിന്റെ തെളിവാണ് അത് ഹനുമാൻ സ്വാമിയാണ് ചെയ്യുന്നത്, ഈ അഗ്നി കൂട്ടുന്നതൊക്കെ. അങ്ങനെ ഇവര് പിന്നെ എല്ലാം കഴിഞ്ഞു, ബാലിയെയൊക്കെ കൊന്നു. അവസാനം
സീതാന്വേഷണത്തിനായിട്ട് തെക്ക് ദിക്കിലാണ് സീത എന്നുള്ള ഒരു അറിവ് കിട്ടുന്നുണ്ട് ശബരിയിൽ നിന്ന്. അങ്ങനെ ഇവർ തെക്ക് ദിക്കിലേക്ക് വാനരരെ വിടുന്നു. 1,00,000 പേരെയാണ് വിടുന്നത്. ഹനുമാൻ സ്വാമി മുതൽ അങ്കദൻ, ജാംബവാൻ മുതൽ, ജാംബവാനാണ് കാർന്നവര്, ജാംബവാൻ മുതലുള്ളവരെയൊക്കെ വിടുകയാണ്. കേസരി, അങ്കദൻ, ഗവൻ, നളൻ, കുറെ പേരുണ്ട്. ഇവരെയൊക്കെ അങ്ങ് വിടുകയാണ്. കേസരി അച്ഛനാണ്. ഇവരെയൊക്കെ കൂടെ ഹനുമാൻ സ്വാമിയെ. അപ്പൊ ഇവരെ വിടാൻ തീരുമാനിച്ചപ്പം ശ്രീരാമസ്വാമി അവിടുന്ന് ഹനുമാൻ സ്വാമിയെ അടുത്ത് വിളിച്ചിട്ട് ഒരു രഹസ്യം പറഞ്ഞിട്ട് ഒരു സാധനം കയ്യിൽ കൊടുക്കുന്നുണ്ട്. അത് മുദ്ര മോതിരം കൊടുത്ത് അടയാളവാക്യവും പറയും. അത് ഇത്രയും പേര് നിന്നിട്ട് ഹനുമാൻ സ്വാമിയാണ് ഇദ്ദേഹം വിളിക്കുന്നത്. ഇതാണ് നിങ്ങളെ തിരൂര് പോയിട്ടുണ്ടെങ്കിൽ, ആലത്തിയൂർ ഹനുമാൻ സ്വാമിയുടെ കോവിലിൽ പോയിട്ടുണ്ടെങ്കിൽ കാണാം. അവിടെ ഹനുമാൻ സ്വാമിയുടെ ആ പ്രതിഷ്ഠ ഇങ്ങനെയാണ്, തല ചെരിച്ചു വെച്ചിരിക്കുക. ഭഗവാന്റെ ഭഗവാൻ ഇരിക്കുന്നത് ഇത്തിരി മുകളിലാണ്, ശ്രീരാമസ്വാമി ഇദ്ദേഹത്തിന്റെ ഇത്തിരി താഴെയാണ് പ്രതിഷ്ഠ. അപ്പൊ അങ്ങനെ ചെവി ഇങ്ങനെ അടയാളവാക്യം പറഞ്ഞു കൊടുക്കുന്ന രംഗമാണെന്നാണ് അവിടുന്ന് എന്നോട് പറഞ്ഞു തന്നത്. ഞാൻ ചോദിച്ചു, എന്ത് തല ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ലക്ഷ്മണൻ വെളിയിലാണ്. ലക്ഷ്മണൻ കേൾക്കുകയല്ലോ പറയണേ, ലക്ഷ്മണന്റെ പ്രതിഷ്ഠ വെളിയിലാണ്. ഇത് കേൾക്കുന്നവർക്ക് അറിയാം, തിരൂരൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇല്ല അവിടെ പോയിട്ടുള്ളവര്. അപ്പൊ ഇതും പറഞ്ഞ് ഇവരെ വിട്ടു കഴിഞ്ഞ് ഇവര് കടൽ തീരത്ത് ചെന്നു. കടൽ തീരത്ത് ചെന്നപ്പോഴത്തേക്ക് സമ്പാദിയുണ്ട്. സമ്പാദിയാണ് പറയണത് 100 യോജന ദൂരമുള്ള, ഈ സമുദ്രത്തിൽ നിന്ന് 100 യോജന ദൂരമുള്ള ലങ്കയിൽ അശോകവനിയിൽ സീതയുണ്ട്, എനിക്ക് കാണാം. സമ്പാദിക്ക് ദൂരദൃഷ്ടിയുണ്ട്. ഇത് കേട്ടപ്പോഴത്തേക്ക് ഈ വാനരന്മാരുടെ ഒക്കെ ജീവൻ പോയി. ഈ 100 യോജന ആര് ചാടും? ഇപ്പം ഇദ്ദേഹത്തിന് ബലം ഓർമ്മയില്ല, ശാപം നമ്മൾ ഓർക്കണം. ഇദ്ദേഹം ചുമ്മാ ഇരിക്കുക അവിടെ. ഉടനെ അങ്കദനല്ലേ രാജാവ്, അങ്കദൻ ചോദിക്കണു, നിങ്ങൾക്കൊക്കെ എത്ര യോജന ചാടാൻ പറ്റും? നിങ്ങൾക്ക് ആർക്കാ ഈ 100 യോജന ചാടാൻ പറ്റുക? ഒരാള് 10 പറയണോ, ഒരാൾ 20 പറയണു, ഒരാൾ 30. അങ്കദൻ പറയണു, അങ്ങോട്ട് ചാടാൻ ഇങ്ങോട്ട് വരത്തില്ല, എനിക്ക് ഇങ്ങോട്ട് ചാടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും 100 യോജന എന്ന് പറഞ്ഞാൽ 1300 കിലോമീറ്റർ ആണ് നമ്മളുടെ ഇത്. ഒന്ന് ചിന്തിക്കാം എത്ര ദൂരാണെന്ന്. അതെങ്ങനെ ചാടും? അപ്പൊ അതുകൊണ്ട് ഞങ്ങക്ക് പറ്റില്ല. അപ്പൊ ഇദ്ദേഹം ഒന്നും അറിയില്ല, ചുമ്മാ ഇത് കേട്ടോണ്ടിരിക്കുക. ഉടനെ ജാംബവാൻ ചെന്ന് അടുത്ത് ചെന്ന് ചേർത്ത് പിടിച്ചിട്ട് ജാംബവ ധർമ്മം പാലിക്കുന്നുണ്ട്. നമ്മൾ വീടുകളിൽ പാലിക്കേണ്ടതാ, കോളേജില് സ്കൂളിലൊക്കെ ടീച്ചേഴ്സും മാതാപിതാക്കളും പാലിക്കേണ്ട ഒരു ധർമ്മമാണ് ജാംബവ ധർമ്മം. ജാംബവൻ അടുത്ത് നിന്നിട്ട്, എന്താ ഹനുമാനെ നീ ശാസ്ത്ര വിശാരദ എന്നാണ് പറയണേ. കപിവീര ഹനുമാനെ ശാസ്ത്ര വിശാരദ, നീ എന്താ ഇങ്ങനെ എല്ലാ ശാസ്ത്രങ്ങളും അറിയണം, നീ എന്താ മിണ്ടാതിരിക്കണേ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് എത്ര ദൂരം, നീ ജനിച്ചപ്പോൾ 500 യോജന ദൂരെയുള്ള സൂര്യഭഗവാന്റെ അടുത്തേക്ക് നീ പോയതല്ലേ പഴാണെന്നും പറഞ്ഞ്. നിനക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, നിനക്ക് മഹാദേവൻ ചിരഞ്ജീവിത്വം തന്നിട്ടുണ്ട്, ഇന്ദ്രൻ എത്ര അനുഗ്രഹങ്ങളാണ് നീ തന്നത്, അഷ്ടൈശ്വര്യങ്ങളൊക്കെ നിന്നിലുണ്ട്, നീ അതിബലവാനാണ്, നീ എന്നിട്ട് എന്താ കുട്ടി മിണ്ടാതിരിക്കണേന്ന് ചോദിച്ചപ്പോഴാണ് ബലത്തിനെ കുറിച്ച് ഓർമ്മ വന്നത്. ചാടി എഴുന്നേക്കുക. അപ്പൊ ഈ ജാംബവ ധർമ്മം നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു സന്ദേശം, വിദ്യാർത്ഥി ധർമ്മം ഞാൻ പറഞ്ഞു, എങ്ങനെ ഒരു വിദ്യാർത്ഥി പഠിക്കണം എന്നുള്ളതിന് മാതൃകയാണ്. 2, ജാംബവാൻ ഒരു മാതൃകയാണ് നമ്മൾക്ക്. എങ്ങനെ ഒരു കുട്ടിയുടെ ഉള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന കഴിവുകളെ എങ്ങനെ നമുക്ക് വെളിയിൽ കൊണ്ടുവരാം, അത് ശരിക്കും നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ കുട്ടികളുടെ ഒക്കെ ഉള്ളിലുള്ള കഴിവുകളെ അവരെ ഒന്ന് ഓർമ്മിപ്പിച്ച് അതിന് സഹായകരമായ കാര്യങ്ങൾ ചെയ്ത് വെളിയിൽ കൊണ്ടുവരാൻ ഉള്ളത് നമ്മൾ ചെയ്യണം. ഇവിടെ നമുക്ക് മഹാഭാരതത്തിലെ ശല്യവാണിയെ ഓർക്കണം. രണ്ടും കൂടി ഓർക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകണം. ശല്യർ കർണന്റെ തേരാളിയാണ്. കർണൻ യുദ്ധമുഖത്തേക്ക് പോകുമ്പം ശല്യരാണ് തേര് ഓടിക്കുന്നത്. അപ്പൊ ശല്യര് ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുമ്പം കർണൻ പറയണ്ട, അർജുനനെ കൊല്ലാനാണല്ലോ കർണന്റെ ഏറ്റവും വലിയ തീരുമാനം. അതിനു വേണ്ടി ഒന്ന് ശല്യരെ, ഞാന് എൻ്റെ ഈ അമ്പുകൾ കൊണ്ട് അർജുനന്റെ തല ഇന്ന് ഞാൻ കൊയ്യുമെന്ന് പറയും പോണ വഴിക്ക്. ഉടനെ ഈ ശല്യര് തേരവിടെ നിർത്തിയിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറയും, എന്താ കർണ നീ പറയണ, നിനക്ക് അർജുനനെ അറിയാൻ മേലെ? അർജുനന്റെ ഒറ്റ അമ്പ് മതി നിന്റെ കഴുത്തിലെ ഈ തല പോകാൻ. ആലോചിച്ചു നോക്കൂ, ഒരാളെ എങ്ങനെ നമുക്ക് ഡിഗ്രേഡ് ചെയ്യാം, അദ്ദേഹത്തിലേക്ക് എങ്ങനെ നമുക്ക് വിഷാദം അല്ലെങ്കിൽ വിശ്വാസം ചോർത്താം. അതാണ് കറക്റ്റ്. എത്ര ആത്മവിശ്വാസത്തോടുകൂടി കർണൻ പറഞ്ഞതാണ്, എനിക്ക്
എന്റെ അമ്പുകൾ കൊണ്ട് ഞാൻ അർജുനനെ കൊല്ലുന്നു പറഞ്ഞപ്പോ ഒറ്റ അമ്പ് മതി അർജുനന്റെ നിന്റെ തല പോകാൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മനോവീര്യം കെടുത്തുകയാണ് ചെയ്തത്. ഇതിങ്ങനെ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലും കോളേജിലും സ്കൂളിലും കുട്ടികൾക്ക് കഴിവുള്ള കുട്ടികളെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കണം. അതിനൊക്കെയാണ് ഈ പുരാണങ്ങൾ തന്നിരിക്കുന്നേ, ഇതിഹാസങ്ങൾ. ജാമ്പവധർമ്മം പാലിക്കപ്പെട്ടേ തീരൂ. ഒരു കുട്ടിക്ക് കഴിവുണ്ടെങ്കിൽ അതിനെ ഉയർത്താൻ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, കൈ കൊടുക്കണം, അവനെ ഉയർത്തിക്കൊണ്ടുവരണം. അപ്പൊ ഇത് ജാമ്പവാൻ പറഞ്ഞപ്പോ അയ്യോ എനിക്ക് ബല ഓർമ്മ വന്നു, ഞാൻ ചാടിക്കോളാം സീതാമാതാവിനെ. അപ്പൊ ജാമ്പവാൻ ഒരു കാര്യം കൂടി പറയേണ്ടത്, നിനക്ക് എന്താ, നിന്റെ കയ്യിലല്ലേ മുദ്രമോതിരം തന്ന, ഞങ്ങൾ ഈ 1,00,000 പേരുണ്ട്, നിന്റെ കയ്യിലല്ലേ മുദ്രമോതിരം തന്നത്? അപ്പോഴാണ് പുള്ളിക്ക് എല്ലാം ഓർമ്മ വന്ന്, ഞാൻ ഇവിടുന്ന് ചാടിയാൽ ഈ കടൽ തീരത്തുനിന്ന് എനിക്ക് ഭീമാകാരനായെങ്കിലേ പറ്റുള്ളൂ. ആ അഷ്ടൈശ്വര്യങ്ങളിൽ ഒന്നാണല്ലോ വലുതാകാൻ, ചെറുതാകാന്, എന്തെല്ലാം കഴിവുകളാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പൊ എനിക്ക് എൻ്റെ ശരീരത്തിനെ ഭീമാകാരമാക്കണം, അതുകൊണ്ട് മഹേന്ദ്ര പർവ്വതത്തിലേക്ക് ഞാൻ പോവുകയാണ്, നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പൊ എല്ലാവരും ജയ് ശ്രീറാം എന്ന് വിളിച്ച് ഈ കടൽക്കരയിൽ ജയ് ശ്രീറാം എന്നുള്ള നാമം ജപിച്ച് ഈ കുരങ്ങന്മാരെല്ലാം, വാനരന്മാരെല്ലാവരും ഇരിക്കുകയാണ്. ഇദ്ദേഹം മഹേന്ദ്ര പർവ്വതത്തിൽ ചെന്നിട്ട് മുട്ടുകുത്തി നിന്ന് കൈകുത്തി തലമേൽപോട്ടാക്കി കണ്ണുകൾ അടച്ച് വാല് ചുരുട്ടി അദ്ദേഹം ആദ്യം മനസ്സിൽ ശ്രീരാമസ്വാമിയെ കൊണ്ടുവന്നു. എന്നിട്ട് തൻ്റെ അച്ഛൻ വായുവിനെ, കേസരി അച്ഛനെയും അമ്മയെയും ഒക്കെ ഓർത്തു. പിന്നീട് അദ്ദേഹം ആദ്യം ഇതിനൊക്കെ മുൻപ് അദ്ദേഹം ചെയ്ത ഒരു കാര്യം, ലക്ഷ്യത്തിൽ തൻ്റെ മനസ്സിനെ കൊണ്ടുപോയി. ലങ്കയില് മഹേന്ദ്ര പർവ്വതത്തിൽ ചെന്ന് നിന്ന് ഉടനെ തന്നെ അദ്ദേഹം ലങ്കയിലേക്ക് എൻ്റെ മനസ്സിനെ കൊണ്ടുപോയി. നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ അപ്പൊ ഇദ്ദേഹം മനസ്സിനെ ലങ്കയിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ റെഡിയായിട്ട് അവസാനം അദ്ദേഹം ഒന്നുകൂടി പ്രാർത്ഥിച്ചു. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ വാനരന്മാരോട്, എൻ്റെ കയ്യിൽ ഭഗവാന്റെ മുദ്രമോതിരം ഇല്ലേ, ഞാൻ അതുകൊണ്ട് പിന്നെ എന്തിനാ പേടിക്കുന്ന, ഭഗവാൻ എൻ്റെ ഉള്ളിലുണ്ട്, എനിക്ക് ഒരു ഭയവുമില്ല, നിങ്ങൾ സമാധാനമായിട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പർവ്വതത്തിലേക്ക് പോകുന്നത്. എന്നിട്ട് എല്ലാം റെഡി ആയിട്ട് അവസാനം എല്ലാവരെയും സ്മരിക്കും. അതും നമ്മൾ ഓർക്കേണ്ടതാ. സകലരെയും മനസ്സിൽ സ്മരിക്കും, മാതാപിതാക്കളെയും ദൈവത്തിനെയും എല്ലാവരെയും സ്മരിച്ചിട്ട് അവസാനം ഒന്നുകൂടി വിചാരിക്കും, ഗരുഡോപരി വിഷ്ണു, ഗരുഡന്റെ പുറത്തുള്ള വിഷ്ണു, ഞാൻ ഗരുഡനാണ്, എൻ്റെ കൂടെ വിഷ്ണു ഉണ്ട് എൻ്റെ മുകളിൽ, ഗരുഡനാണെന്ന്. ഗരുഡൻ വളരെ സ്പീഡിൽ പോണയാളാ. ഇത്രയും ഞാൻ രാമബാണത്തിന്റെ വേഗതയിൽ ഞാൻ ഇവിടുന്ന് പോകും എന്നാണ് പറഞ്ഞത്. രാമബാണത്തിന്റെ വേഗതയിൽ, രാമബാണത്തിന്റെ വേഗത നമ്മൾ ഈ യുദ്ധകാണ്ഡത്തിലൊക്കെ അറിയാം. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഒറ്റച്ചാട്ടം അഴിയിലേക്ക് എടുത്ത് ചാടി. പോണ വഴിക്ക് ഇദ്ദേഹത്തിന്റെ ബലം പരീക്ഷിക്കാൻ വേണ്ടിയാണ് ദേവവൃന്ദങ്ങൾ സുരസയെ ആദ്യം അയക്കും. സുരസയുടെ വായിൽ ഒരു കടുകുമണിയെ പോലെ കയറിയിട്ട് അദ്ദേഹം ഇറങ്ങും. വിനയം, എത്ര അമ്മയെന്ന് വിളിച്ചിട്ടാണ്, അതൊക്കെ നമ്മൾ ഹനുമാൻ സ്വാമിയിൽ നിന്ന് പഠിക്കേണ്ടതാണ്. വിദ്യാദദാതി വിനയം. വിനയത്തിന് വിദ്യ വേണോ, വിനയം ഉണ്ടാവണം. നമുക്ക് അഹം എന്ന ഭാവമേ പാടില്ല, അഹങ്കാരം പാടില്ല. കുട്ടികൾക്ക് വേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ് ഹംബിൾനെസ്. അപ്പൊ ഇത് ഹനുമാൻ സ്വാമിയിലുണ്ട് ഈ വിനയം. അപ്പൊ അദ്ദേഹം സുരസയോട് അത് പറഞ്ഞ് ഒരു കടുകുമണിയായിട്ട് ഇറങ്ങി വെളിയിൽ വന്നു. അടുത്തതാണ് മൈന. ഉടനെ പിന്നെ നോക്കിയപ്പോ ഒരു മനുഷ്യ ആകാരം പൂണ്ട ഒരാൾ അവിടെ നിൽക്കണു കടലിന്റെ പുറത്ത്. ഇതാരപ്പ, അടുത്ത ഇനി പ്രതിസന്ധി ആണോ എന്ന് ഇദ്ദേഹം ഓർത്തു. പക്ഷെ അവിടെ ചെന്നപ്പോ ആദ്യമേ മൈനാകം സ്നേഹത്തിൽ നമസ്തേ പറഞ്ഞിട്ട്, ഞാൻ മൈനാക പർവ്വതമാണ്, എൻ്റെ ഹിമവാന്റെ മകനായ മൈനാകമാണ് ഞാൻ, അങ്ങേ അതിഥിയായിട്ട് കരുതി എൻ്റെ ശൃംഗത്തിലിരുന്ന് അങ്ങ് കുറച്ചു സമയം വിശ്രമിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന്. ഇപ്പം ആതിഥ്യം അരുളുവാൻ വേണ്ടിയാണ്. അങ്ങ് ക്ഷീണിച്ചിട്ടുണ്ട്, ഇനിയും പകുതി യോജനയായിട്ടുള്ളൂ, ഇനിയും വളരെ കൂടുതലുണ്ട് ലങ്കയിലേക്ക്, അങ്ങ് കുറച്ചു സമയം ഒന്ന് വിശ്രമിക്കൂ എൻ്റെ ശൃംഗത്തില്. എൻ്റെ ശൃംഗത്തിൽ നല്ല മധുരമായ ഫലങ്ങളുണ്ട്, നല്ല വെള്ളമുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ കൂടെ പറയാനുള്ള ഒരു കഥയും കൂടി ഉണ്ട്. എങ്ങനെയാണ് മൈനാക പർവ്വതം, എന്നെ ഒരു കാര്യം കൂടി മൈനാകം പറയും, എന്നെ സഗരനാണ് അയച്ചത്. സാഗരം ആണ് എന്നെ മുകളിലേക്ക് അയച്ചത്. സാഗരം പറഞ്ഞു, സഗരന്റെ വംശത്തിൽപ്പെട്ട ആളാണ് ശ്രീരാമസ്വാമി.
അപ്പൊ അദ്ദേഹത്തിന്റെ മക്കളാണ്, സഗരന്റെ മക്കളാണ് ഇത് ഈ സമുദ്രം പണിത്. അതുകൊണ്ടാണ് സാഗരം എന്ന് പേര് വന്നത്. അതുകൊണ്ട് എൻ്റെ ഈ ഉത്ഭവത്തിന് കാരണഭൂതരായ ഒരു വംശത്തിലെ ശ്രീരാമസ്വാമിയുടെ ദൂതുമായി പോകുന്ന ഹനുമാന് ആതിഥ്യം കൊടുക്കണേ മൈനാകമേ എന്ന് പറഞ്ഞാണ് മുകളിലേക്ക് വിടുന്നത്. ഹനുമാൻ മൈനാകം പർവ്വതമായിട്ട് സാഗരത്തിന്റെ താഴെയായിരുന്നു. അതെന്തെന്ന് ഒരു സംശയമുണ്ട്, അതുകൂടി തീർത്ത് പെട്ടെന്ന് പറയാം. പണ്ട് കൃതയുഗത്തിലെ പർവ്വതങ്ങൾക്കൊക്കെ ചിറകുണ്ടായിരുന്നു. അപ്പൊ ഈ വലിയ ചിറകും വഹിച്ചുകൊണ്ട് ഈ പർവ്വതങ്ങളെല്ലാം ഒരിടത്തുനിന്ന് വേറൊരിടത്തേക്ക് പോകും, അവർക്ക് ഇഷ്ടമുള്ളപ്പോ പറക്കും. അപ്പം ഒത്തിരി നാശനഷ്ടങ്ങൾ ഭൂമിയിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു. പോണ വഴിക്ക് പാറകളെ തട്ടി ആ പാറ താഴെ വീണ് പലരും മരിക്കും. അപ്പൊ ഈ ഭൂമിയിലെ എല്ലാവരും കൂടി ചെന്ന് ഇന്ദ്രനോട് സങ്കടം പറയും, ഈ പർവ്വതങ്ങൾ ഈ ചിറകും കൊണ്ട് ഇങ്ങനെ പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് അനവധി പേര് മരണപ്പെടുകയാണ്. ഇന്ദ്രൻ ഉടനെ തന്റെ വാളും എടുത്തിട്ട് പർവ്വതങ്ങളുടെ ചിറകുകൾ അരിയാൻ തുടങ്ങി. അപ്പൊ ചിറകുകൾ അരിയാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് മൈനാകം ഓടാൻ തുടങ്ങി. മൈനാകം പറന്നു പോണ വഴിക്ക് വായു ഭഗവാനെ കണ്ടു. വായു ഭഗവാൻ ആരാണ്? നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ അച്ഛൻ. പിന്നെ വായു ഭഗവാൻ ചോദിച്ചു, എന്താ മൈനാകമേ നീ ഓടുന്നത്? ഉടനെ പറഞ്ഞു, എനിക്ക് എൻ്റെ സ്വാമി, ഞങ്ങളുടെ ചിറകരിയാൻ ഇന്ദ്രൻ വരുന്നു, നീ വിഷമിക്കേണ്ട. വായു ഭഗവാന്റെ സ്പീഡ് നമുക്കറിയാലോ. അദ്ദേഹം ഈ പർവ്വതത്തിനെ എടുത്തുകൊണ്ട് സാഗരത്തിന്റെ അടിയിൽ വെച്ചു. അങ്ങനെയാണ് സാഗരം രക്ഷപ്പെട്ടത് എന്നുള്ളത് ഒരു കഥയാണ്. അതുകൊണ്ടാണ് സാഗരമല്ല മൈനാകം. അതുകൊണ്ടാണ് മൈനാകം സാഗരത്തിന്റെ പിന്നെ നദി, ആ സമുദ്രത്തിന്റെ താഴെ വസിക്കുന്നത്. ഇതിന്റെ ചെറിയ കഥയാണ്. അപ്പം ഇദ്ദേഹം പറയുന്നുണ്ട്, ഈ സാഗരത്തിന് ഒരു നന്ദി പ്രകടിപ്പിക്കണമല്ലോ. സാഗരത്തിന്റെ ഉത്ഭവത്തിന്റെ വംശത്തിലാണല്ലോ ശ്രീരാമസ്വാമി. അതുകൊണ്ട് ആ നന്ദി പ്രകടിപ്പിക്കാനാണ് എന്നോട് പറഞ്ഞത് ആതിഥ്യം അരുളണം. അപ്പൊ ഇദ്ദേഹം പറയണ്ട, കൂടാതെ അങ്ങയോട് എനിക്കും ഒരു കൃതജ്ഞത പറയാനുണ്ട്. അങ്ങയുടെ അച്ഛനാണ് എനിക്ക് ജീവിതം തന്നത്. അതുകൊണ്ട് അങ്ങ എനിക്ക് നന്ദി ഉണ്ടാവണം. ആ നന്ദിയും കൂടി പ്രകടിപ്പിക്കാനാണ് എൻ്റെ ശൃംഗത്തിൽ ഇരിക്കാൻ പറയുന്നത്. നോക്കൂ, ഇത് നമുക്കൊരു സന്ദേശമല്ലേ? നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്, നമ്മൾ ജനിച്ചപ്പം നമ്മളുടെ ജന്മത്തിന് കാരണം ഭഗവാനാണ്. കൂടാതെ നമ്മുടെ മാതാപിതാക്കള്, അന്ന് നമ്മൾ ഒരു ചെറിയ അണുവായിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ വീണ സമയം മുതൽ ഇന്ന് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത് വരെ എത്ര പേരാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എത്ര പേരുടെ സഹായം കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കണം. ഞാൻ ഒറ്റയ്ക്കാണോ? ഒറ്റയാൾ പട്ടാളാണോ നമ്മളെല്ലാവരും? നമ്മൾ എത്ര പേരോട് കൃതജ്ഞത പറയാനുണ്ട്. വളരെയേറെ ആൾക്കാരുണ്ട്. അപ്പം എല്ലാവരോടും കൃതജ്ഞത പറയാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. മനുഷ്യർക്ക് അത് സാധ്യമല്ല, അസാധ്യമാണ്. പക്ഷേ നമുക്ക് കൃതജ്ഞത പല രൂപത്തിൽ കൊടുക്കാം. നമ്മളുടെ ഒരു അടുത്തുള്ള ഒരാളെ സഹായിച്ച് നമുക്ക് ആ കൃതജ്ഞത പൂർത്തീകരിക്കാം. നമ്മുടെ കടമകൾ, ഒരാളോടുള്ള കടമ, നമ്മുടെ അടുത്ത ഒരു ഉദാഹരണത്തെ ഞാൻ പറയാം. നമ്മളൊരു ആശുപത്രിയിൽ പോകുമ്പോൾ ചിലപ്പോൾ കാണാം, ഈ കയ്യില് ഒരു ഡോക്ടറുടെ കുറിപ്പുമായിട്ട് കണ്ണുകൊണ്ട് നമ്മളോട് യാചിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ണുകൊണ്ട് അവർ യാചിക്കുകയാണ് ഒരു കീമോയ്ക്കുള്ള പൈസ. നമുക്ക് അവരെ കാണുമ്പോൾ അറിയാം അവരുടെ കയ്യിൽ പൈസ ഇല്ല. ചിലപ്പോൾ ഉണ്ണാനായിട്ട് ചിലരെ നമ്മൾ റോഡിൽ പോകുമ്പോൾ കാണാം, കണ്ണുകൊണ്ട് നമ്മളോട് വിശക്കണമെന്ന് പറയുന്നത്. നമ്മളൊരു സഹായം ചെയ്യാൻ പാടില്ലേ? അത് നല്ലതല്ലേ അങ്ങനെ കൊടുക്കുന്നത്? അപ്പൊ അങ്ങനെ നമ്മളുടെ കടങ്ങൾ നമ്മൾ വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് വീട്ടാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് എല്ലാവരോടും കൃതജ്ഞത, നമ്മളെ സഹായിച്ചവരെ തിരിച്ച് സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ സഹായിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങൾ, ഒരു ഓട്ടോയിൽ കയറിയാൽ, ഒരു ഓട്ടോറിക്ഷ കയറി നമ്മൾ പൈസ കൊടുക്കണം. പൈസ കൊടുത്തിട്ട് ഇറങ്ങുമ്പം ഒരു നന്ദി ഇല്ലേ, ഒരു ചിരി, ഒന്ന് ചിരിച്ച് ഒരു മന്ദസ്മിതം പോരെ, അത് തന്നെ അദ്ദേഹത്തിന് എന്തൊരു ഇതായിരിക്കും. ഒരിക്കൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ആരും ഇങ്ങനെ നന്ദിയൊന്നും പറയാറില്ല, പൈസ തന്നിട്ട് പൈസ എല്ലാവരും വലിച്ചെറിയും എന്ന് പറയാം. അല്ല, അദ്ദേഹം നമ്മളെ സുരക്ഷിതമായിട്ട് ഒരിടത്ത് കൊണ്ട് എത്തിച്ചതാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ഒരു നന്ദി വേണമെന്നേ, ഒരു സ്നേഹം വേണം. അപ്പൊ ഇത് നമുക്ക് മൈനാകം പറഞ്ഞു തരുന്ന കഥയാണ്, ഈ കൃതജ്ഞത അർപ്പിക്കണം. ഇത്രയൊക്കെ പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു വിജയ മന്ത്രം നമ്മുടെ ഹനുമാൻ സ്വാമി കൊടുക്കുന്നത്. സുന്ദരകാന്ഡത്തിലെ 4 വരി, 30 വരികളിൽ കൂടിയാണ് ഹനുമാൻ മൈനാക ആ ഒരു സഖ്യം പോകുന്നത്, ആ മൈത്രി പോകുന്നത്. അതിൽ 4 വരിയുണ്ട്. അലമലമിതരുതരുത് രാമകാര്യാർത്ഥമായി ആശു പോകും വിധവും പാർക്കരുതെങ്ങുമേ, പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്ന
ഇത് ഏറ്റവും വലിയ ഒരു വിജയ മന്ത്രങ്ങളാണ് നമ്മുടെ കുട്ടികൾക്കുള്ളത്. അദ്ദേഹം ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ട്. മോഷ്ടിക്കപ്പെട്ട ഒരു വസ്തുവിനെ കണ്ടുപിടിക്കാൻ ഒരു മഹാത്മാവ് ചെയ്ത എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ സുന്ദരകാന്ഡത്തിലൂടെ അറിയുന്നത്. അടുത്ത യുദ്ധകാന്ഡം തുടങ്ങുന്നതിന് മുൻപ് സുന്ദരകാന്ഡം മുഴുവൻ ഇത് തന്നെയാണ്. അദ്ദേഹം നേരിട്ട പ്രതിസന്ധികൾ. മൈനാകം സ്നേഹമായിരുന്നു. അപ്പൊ ഇത് തുടക്കം മുതല് ആദ്യം പറയുന്ന എനിക്കിവിടെ എന്റെ ശൃംഗത്തിൽ ഇരുന്ന് വിശ്രമിക്കൂ, കുറച്ചു നേരം ഇവിടെ കിടക്കൂ എന്നൊക്കെയാ പറയണത്, എന്നിട്ട് പോയാൽ മതി. അപ്പൊ പറയുന്നതാണ് അലമലമിതരുതരുത് രാമകാര്യാർത്ഥമായി ആശു പോകും വിധവും. ഇപ്പൊ രാമകാര്യത്തിനാണ് ഞാൻ പോകുന്നത്. രാമന്റെ കാര്യമാണ്, ഭഗവാന്റെ കാര്യമാണ്. ലക്ഷ്യത്തിൽ നമ്മൾ മുൻപോട്ട് കുതിക്കുമ്പോൾ നമ്മൾ ഏവർക്കും ലക്ഷ്യമുണ്ടാവണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടാവണം. അറ്റ്ലീസ്റ്റ് ഒരു 10ാം ക്ലാസ് ആകുമ്പോഴെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം നമ്മുടെ കുഞ്ഞുങ്ങൾ. ആ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ അവരെ പ്രാപ്തരാക്കും ഈ സുന്ദരകാന്ഡം. തന്റെ ലക്ഷ്യത്തിൽ എങ്ങനെയാണ് ഹനുമാൻ സ്വാമി ഉറച്ചു നിന്ന് സീതാമാതാവിനെ കണ്ട് തിരിച്ചു വന്ന് ശ്രീരാമസ്വാമിയോട് പറയുന്നത്? ഏതൊക്കെ പ്രതിസന്ധികളാണ് അദ്ദേഹം നേരിട്ടത്! അതിനെയൊക്കെ തൃണവൽ ഗണിച്ചുകൊണ്ട് ആദ്യം അദ്ദേഹം പറഞ്ഞ അതിനെന്ത് വേണം? നമ്മുടെ ലക്ഷ്യം ഈശ്വര കാര്യമാണെന്ന് വിചാരിക്കണം. ഒരു ഡോക്ടർ ആകണം. എൻ്റെ ആഗ്രഹം, കുട്ടിയായിരുന്നപ്പോ എനിക്ക് ആഗ്രഹം ടീച്ചർ ആകണം എന്നായിരുന്നു. അപ്പൊ ഞാനത് ഈശ്വര കാരുണ്യമായി കരുതണം, ഈശ്വരന്റെ ലക്ഷ്യമായി കരുതണം, ഒന്നാമത്തേത്. രണ്ടാമത്തേത് അലമലം ഇതരുതരുത്. അലമലം എന്ന് പറഞ്ഞാൽ അലംഭാവം, മടി പാടില്ല. വിജയം വേണോ? അവിടെ നമുക്ക് മടി പാടില്ല. എവിടെയും നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. വളരെ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾ വിജയത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. വെറുതെ ഇരുന്നാൽ നമുക്ക് കിട്ടുന്നത്, ആകാശത്തേക്ക് നോക്കിയിരുന്നാൽ നമുക്ക് കിട്ടുന്ന തോൽവിയാണ്. വിജയം വേണോ? കഠിനമായി പ്രയത്നിക്കണം. അപ്പം അലമലം ഇതരുതരുത് രാമകാര്യാർത്ഥമായി ആശു പോകും വിധം പാർക്കരുതെങ്ങുമേ. അയ്യോ, എനിക്ക് അവിടെ ഇവിടെയൊന്നും ഇരിക്കാൻ നേരെയില്ല മൈനാകമേ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, പാർക്കരുതെങ്ങുമേ. ഞാൻ സീതാമാതാവിനെ കാണാൻ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് വെള്ളം കുടിക്കണം തോന്നും, പലഹാരം കഴിക്കണം തോന്നും, ഒന്ന് മയങ്ങണം എന്ന് തോന്നും. അപ്പൊ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുകയാണ്. പാടില്ല. എൻ്റെ ലക്ഷ്യം നിറവേറ്റുന്നത് വരെ എനിക്ക് വിശ്രമമില്ല. അപ്പൊ അതാണ് പാർക്കരുതെങ്ങുമേ. പെരുവഴിയിൽ അശന ശയനങ്ങൾ ചെയ്യുന്നതും. പെരുവഴിയിൽ, ഈ വഴിയിൽ ഞാൻ ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പം വഴിയില് അശനം, ആഹാരം, ശയനം, കിടക്കണത്, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇതൊക്കെ ചെയ്താൽ, ഇതൊക്കെ ഇന്ന് നമ്മൾ റോഡിൽ കാണില്ലേ? നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്, 4 മണിക്ക് കോളേജ് സ്കൂളൊക്കെ വിട്ട് കഴിയുമ്പം ഒരു ബേക്കറിയുടെയോ ഐസ്ക്രീം പാർലറിന്റെ ഒക്കെ മുമ്പിൽ നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നുണ്ട്. തട്ടുകടയുടെ ഒക്കെ മുൻപിൽ കുട്ടികൾ നിന്ന് റോഡിൽ കിട്ടുന്ന ആഹാരവും കഴിച്ച് അവിടെ ഇരുന്ന് അതുകൊണ്ട് അവനെ പറഞ്ഞത് കേൾക്കുന്നതാണ്. ഒന്ന്, നമ്മുടെ ലക്ഷ്യം മൂന്നാമത് പെരുവഴി അശനശയനങ്ങൾ ചെയ്യാൻ പാടില്ല. ചില വഴിയിൽ കിട്ടുന്ന ആഹാരങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും മോശമാക്കരുത്. അതാണ് പെരുവഴിയിൽ അശനശയനം ചെയ്ത് ഇത് രണ്ടും പോകും. ശരീരത്തിന്റെ ആരോഗ്യവും പോകും, കൂടാതെ മനസ്സും കെട്ടുപോകും. വേറെ ചിന്തകള് പേർത്ത് മറ്റൊന്ന് ഭാവിക്കുക, ഓരോന്ന് ഡേ ഡ്രീം ചെയ്ത് നമ്മുടെ മനസ്സിന് ആവശ്യമില്ലാത്ത ചിന്തകൾ വന്ന് ഈ ലക്ഷ്യം എവിടെ കിടക്കണു, സ്വപ്നാടന എവിടെ കിടക്കണു. ലക്ഷ്യത്തിലേക്ക് പോവുക, ഡോക്ടറാകാൻ പോവുക, പക്ഷെ ബുക്ക് തുറന്ന ഉടനെ ചിന്തകൾ വേറെ വരിക. ഇതൊന്നും പാടില്ല. ലക്ഷ്യത്തിലേക്ക് കുതിക്കണമെങ്കിൽ ഇത് ഏറ്റവും നല്ല ഒരു മന്ത്രമാണ്, ഈ വിജയ മന്ത്രം. ഈ 4 വരി നമ്മുടെ കുട്ടികൾ പഠിച്ചിട്ട് യുവതലമുറയ്ക്ക് ഏറ്റവും അവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് ഈ 4 വരി. ഹനുമാൻ സ്വാമിയും മൈനാകവും തമ്മിലുള്ള ഈ മൈത്രിയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഈ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് അദ്ദേഹം സിംഹിക, അത് കഴിഞ്ഞ് ലങ്കാലക്ഷ്മി, സ്ത്രീകളാണ് മൈനാക ഒഴിച്ച് അവരെയൊക്കെ അദ്ദേഹം വളരെ വിനയത്തോടുകൂടി, സിംഹികയെ മാത്രമേ ഉള്ളൂ
അദ്ദേഹം ചവിട്ടി അരച്ചത്. ലങ്കാലക്ഷ്മിയോടും ഒക്കെ സ്നേഹമായിട്ട് പറഞ്ഞ് അദ്ദേഹം ലങ്കയിൽ ചെന്ന് കഴിഞ്ഞോ എന്തൊക്കെ പ്രതിസന്ധികളാണ്. ഒരു പൂച്ചയുടെ അത്രയും ചെറുതായിട്ടാണ് രാത്രിയിലാണ് അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടത് ലങ്ക കാണാൻ. കാരണം ഒരു നല്ല അംബാസിഡർ ആയിട്ടാണ് അദ്ദേഹം അവിടെ പോയത്, നയതന്ത്രജ്ഞൻ. എന്തൊക്കെയുണ്ട് ലങ്കയില്. എന്റെ സ്വാമി ഇവിടെ വന്ന് യുദ്ധം ചെയ്യുമ്പോ ഇവിടെയൊക്കെ കോട്ടത്തളങ്ങൾ കണ്ടു, അകം കണ്ടു, പുറം കണ്ടു, എന്തൊക്കെയാണ് അവിടുത്തെ സജ്ജീകരണങ്ങള്, മദ്യശാല കണ്ടു, ആയുധശാല കണ്ടു. ഇവിടെയൊക്കെ പൂച്ചയുടെ രൂപത്തിലാണ് ചെറുതായിട്ട്. അപ്പോ ഇതെല്ലാം കണ്ടിട്ട് അന്തപ്പുരത്തിൽ കയറി. അന്തപ്പുരത്തിൽ ചെന്നിട്ടാണ് എന്റെ സീതാമാതാവിനെ തപ്പി അന്തപ്പുരത്തിൽ ചെന്നപ്പോ ഉണ്ടല്ലോ അവിടെ മദ്യം കഴിച്ചിട്ട് കിടക്കുന്നവരെ, പാതി വസ്ത്രത്തോടു കൂടി കിടക്കുന്നത്. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഹനുമാൻ സ്വാമിക്ക് ഒരു വല്ലാതെയായി. ബ്രഹ്മചാരിയല്ലേ. അതിന്റെ കൂടെ ഒരു രാവണന്റെ അടുത്ത് കട്ടിലിൽ ഒരു സുന്ദരി കിടക്കണം. അയ്യോ, തുള്ളിച്ചാടി അവിടെ വെച്ച്. എന്റെ സീതാമാതാവ് പെട്ടെന്ന് എത്ര സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡില്, അയ്യോ എന്റെ സീതാമാതാവ് ഇങ്ങനെ കിടക്കില്ല. ശ്രീരാമസ്വാമിയെ കാണാതെ ജീവിക്കുന്ന ഒരു അമ്മയല്ലേ സീതാമാതാവ്. ആ മാതാവ് ഇങ്ങനെ ഒരുങ്ങി ചമഞ്ഞു കിടക്കില്ല. പെട്ടെന്ന് പറഞ്ഞിട്ട് വെളിയിൽ വന്നിട്ട് പുള്ളി ഒരു സെൽഫ് അനാലിസിസ് നടത്തുന്നുണ്ട് ഹനുമാൻ സ്വാമി. ഞാൻ ചെയ്തത് തെറ്റാണോ? ഞാൻ പോയി അവിടെ അന്തപ്പുരത്തിൽ കയറിയത് തെറ്റാണോ? ഇത് നമ്മളെ കുട്ടികൾ നമ്മളും ചെയ്യണില്ല. ഇന്ന് ഞാൻ ചെയ്തതൊക്കെ ശരിയാണോ? ഒരു രാത്രിയിൽ ഒരു സ്വയം നിരീക്ഷണം നടത്തി നമ്മുടെ കയ്യിൽ നിന്ന് വന്ന പാകപ്പിഴകൾ സ്വയം മതി. നമ്മുടെ മനസാക്ഷി എല്ലാത്തിനും ഉത്തരം തരും. ഇപ്പൊ ഹനുമാൻ സ്വാമിയോട് മനസാക്ഷി പറയണ്ട, നീ ഒരു തെറ്റും ചെയ്തില്ല, നീ സീതാമാതാവിനെ അന്വേഷിച്ച് പോയതല്ലേ, അല്ലാതെ അന്തപ്പുരത്തിൽ മനഃപൂർവ്വം കയറിപ്പോയി മദ്യശാല കണ്ടതൊന്നും അല്ലല്ലോ എന്ന് മനസാക്ഷി തിരിച്ചു പറയുമ്പോഴും ഞാൻ എങ്ങനെ സീതാമാതാവിനെ കണ്ടുപിടിക്കുന്നപ്പോ അച്ഛൻ സഹായിച്ചു. വായു ഭഗവാൻ സുഗന്ധമായിട്ടുള്ള ആ ഒരു സുഗന്ധം വരും പുഷ്പങ്ങളുടെ. അശോകവനിയിൽ നിറയെ പുഷ്പങ്ങളാ. അപ്പൊ ഇതിലേക്ക് അദ്ദേഹം ആകർഷിക്കപ്പെട്ടു നേരെ ചെന്നാണ് അശോകവനിയില് വളരെ മോശമായ ചെളിയും മണ്ണും ഒക്കെ നിറഞ്ഞ ഒരു മഞ്ഞപ്പുടവയും ഉടുത്ത് വലിയ ആഭരണങ്ങളും ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന സീതാമാതാവിനെ കാണുകയും പിന്നെ ഇലച്ചാർത്തിന്റെ അവിടെ നിന്ന് അത് കണ്ട് സീതാമാതാവിനോട് എല്ലാം പറയുകയും ആ മാതാവിന് ചൂടാരത്നം മുദ്രമോതിരം കൊടുത്ത് തിരിച്ച് ചൂടാരത്നം ഒക്കെ മേടിച്ച് തിരിച്ചു വന്നാണ് അക്ഷകുമാരനെയും കൊന്നിട്ട് രാവണനെ കാണണല്ലോ, ഇത് അറിയിക്കണ്ടേ. ശ്രീരാമസ്വാമി അയച്ച ദൂതൻ എന്തെന്ന് അറിയിക്കണ്ടേന്ന് വെച്ചാൽ മനഃപൂർവ്വം ഇന്ദ്രജിത്തിന് വശംപ്പെട്ട് രാവണന്റെ മുമ്പിൽ ചെന്നപ്പോ രാവണനെ കണ്ടപ്പോ സീതാമാതാവിന്റെ മുമ്പിൽ രാവണൻ വന്നപ്പോഴേ ഇദ്ദേഹം പറയണേ, എന്തൊരു സൗന്ദര്യ രാവണന്, എന്റെ സ്വാമിക്ക് പോലും ഇത്രയും സൗന്ദര്യം ഇല്ലെന്നാ പറയുന്നേ. ഏതായാലും വന്നിട്ട് അദ്ദേഹം അവരുടെ സദസ്സിൽ വെച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അത് ഒരിതായിട്ടാണ്. ലങ്കാധിപ സവിധേ അണഞ്ഞൊരു ശങ്കയുമില്ലാതൊപ്പമിരുന്ന് പുൽക്കൊടി നീ എന്നാക്രോശിച്ച് പുൽക്കൊടി നീ എന്നാക്രോശിച്ച് നിർഭയൻ ഹനുമാൻ സ്വാമി ജയ ജയ അഞ്ജന പുത്ര ജയ 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 മാരുതി വീര ജയ. അല്ലേ ഒപ്പം കയറി ഇരുന്നു, വാല് ചുരുട്ടി രാവണന്റെ ഒപ്പം ഇരുന്നിട്ട് നീ വെറും പുൽക്കൊടി എന്ന് പറഞ്ഞ് ആക്രോശിച്ചിട്ട് നിർഭയത്വം കാണിച്ച ഹനുമാൻ സ്വാമി സകല വിവരങ്ങളും പറഞ്ഞപ്പോഴാണ് വാലിൽ തീ കൊളുത്തി കഴിഞ്ഞ് നിങ്ങൾക്കറിയാലോ വിഭീഷണന്റെ വീടൊഴിച്ച് ബാക്കി എല്ലായിടവും നശിപ്പിച്ചിട്ട് സ്ത്രീകളൊക്കെ എന്തൊക്കെയാ അലറണ നമ്മൾ രാമായണം വായിക്കുമ്പോ. എന്നിട്ട് തിരിച്ച് അപ്പൊ ഈ സീതാമാതാവിനോട് ചെന്ന് ഈ രാക്ഷസികൾ പറയണ്ടേ, നിന്റെ അടുത്ത് വന്ന ആ കൊരങ്ങനെ വാലില് തുണി ചുറ്റി ഇവിടെ തീ കൊളുത്തി വിട്ടു എന്ന് പറയും. സീതാമാതാവ് ഉടനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പതിവ്രതയാണെങ്കിൽ എൻ്റെ ആ പതിവ്രത തപസ്സിന് ശക്തി ഉണ്ടെങ്കിൽ ഹനുമാന് ഒട്ടും പൊള്ളിക്കല്ലേ ഹനുമാനെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് സീതാമാതാവ്. ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹവും സീതാമാതാവിന്റെ അനുഗ്രഹവും ആണ് അദ്ദേഹത്തിന് പൊള്ളാതിരുന്ന അഗ്നിയുടെ അനുഗ്രഹവും.
കൊള്ളാതെ ഇരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തിരിച്ച്, ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം, സമയമായി, അരമണിക്കൂർ കഴിഞ്ഞു. അദ്ദേഹം തിരിച്ചു ചെന്ന്, ഞാൻ പറഞ്ഞില്ലേ ഒരു ഗുഡ് കമ്മ്യൂണിക്കേറ്റർ എന്നുള്ളത്, അതിൽ അദ്ദേഹം തിരിച്ചു ചെന്ന് ഉടനെ ഇദ്ദേഹത്തെ പറഞ്ഞ കണ്ടപ്പോഴത്തേക്ക് ഈ വാനരരെ എല്ലാരും അങ്ങോട്ട് ഭയങ്കര ആർത്ത് വിളിച്ചു, ജയ് ശ്രീറാം. വരണ കണ്ടപ്പോഴേ സന്തോഷായി, മാതാവിനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെല്ലാരും കൂടി ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് പോണ വഴിക്കാണ് ഈ കദളീവനം. കദളീവനം എന്ന് പറഞ്ഞാൽ മുഴുവൻ പഴങ്ങളാണ് അവിടെ. അത് നമ്മുടെ സുഗ്രീവന്റെ ഒരു തോട്ടമാണ്, പഴത്തോട്ടം. അതിലെയാണ് പോകേണ്ടത്. അപ്പൊ നമുക്ക് ഈ സന്തോഷത്തിൽ ഈ പഴങ്ങളൊക്കെ പറിക്കാൻ അങ്ങനെ ഒരു അനുവാദമൊന്നും ഇല്ല. ഈ പഴമൊക്കെ നമുക്ക് പറിക്കാം എന്ന് പറഞ്ഞ് ഈ വാനരർ ഈ സമയം അതിനെ ഉപയോഗിച്ച് ഹനുമാൻ സ്വാമിയായിട്ട് പഴങ്ങളൊക്കെ തിന്ന് വേഗം നടക്കുക സ്വാമിയെ കാണാൻ. അവിടെ ചെന്ന് സ്വാമിയെ കണ്ടോടെ ഈ ഇവിടുന്ന് മഹേന്ദ്ര പർവ്വതത്തിൽ നിന്ന് ചാടിയ സമയം മുതലുള്ള കാര്യമേ പറഞ്ഞില്ല. കണ്ട ഉടനെ പറഞ്ഞ എന്താന്നോ, കണ്ടേൻ 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 സീതയെ കണ്ടേൻ രാഘവ, ഞാൻ കണ്ടേൻ കണ്ടേൻ സീതയെ കണ്ടേൻ രാഘവ. ഒറ്റ വാക്ക്. ശ്രീരാമസ്വാമിക്ക് ഇത് കേട്ടാ മതി. ഈ വലിയ നമ്മൾ അങ്ങോട്ട് പോയപ്പോ മഹേന്ദ്രപർവ്വതം ചാടി, അവിടെ സിംഹികയെ കണ്ടു, മയനാഗത്തിനെ കണ്ടു, ഇതൊന്നും ലങ്കാലക്ഷ്മിക്കിട്ട് അടിച്ചു, ഞാൻ തീ വെപ്പിച്ചു, ഇതൊന്നും അല്ല അറിയേണ്ടത്, എന്റെ സീതയെ നീ കണ്ടോ എന്നാണ് ഉള്ളിലെ ചോദ്യം. ചെന്ന ഉടനെ അത് അറിഞ്ഞുത്തരം പറയുകയാണ്, ശ്രീരാമസ്വാമി, അങ്ങയുടെ സീതാമാതാവിനെ ഞാൻ കണ്ടു. അത് കേട്ടതോടുകൂടി ശ്രീരാമസ്വാമി, നമ്മൾ ആ ഫോട്ടോ കണ്ടിട്ടില്ലേ, കെട്ടിപ്പിടിച്ചിട്ട് തോളത്തിങ്ങനെ ആ മുഖം അമർത്തണത്. വളരെ കുറച്ചു പേർക്ക് ശ്രീരാമസ്വാമിയുടെ ആ ഒരു ആലിംഗനത്തിന് ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. ഭരതൻ പറയുന്നുണ്ട്, ചേട്ടത്തിയമ്മയ്ക്കാണ് അത് കൂടുതൽ. ഇപ്പൊ നിങ്ങൾ അങ്ങനെ കിട്ടിയല്ലോ, അങ്ങനെ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിത്വമാണല്ലോ എന്ന് പറയുന്നുണ്ട് ഭരതൻ ഹനുമാൻ സ്വാമിയോട്. എൻ്റെ അത്രയ്ക്ക് ഭാഗ്യമുണ്ട്, അദ്ദേഹത്തിന്റെ മാറോട് ചേർത്ത് നിൽക്കാനുള്ള ഒരു ഭാഗ്യം. അപ്പൊ ഇത് എന്നിട്ട് പറയുന്നുണ്ട് ശ്രീരാമസ്വാമി, ഇത് സാധാരണപ്പെട്ടവർക്കൊന്നും സാധിക്കുന്ന കാര്യമല്ല ഹനുമാനെ, നീ ഇത് ചെയ്ത് എൻ്റെ സീതയെ കണ്ടത്. അവസാനം ശ്രീരാമസ്വാമി എല്ലാവരും ബോധം കെട്ട് കിടക്കുമ്പോ, ചിലർ മരിച്ചു കിടക്കുമ്പം ജാംബവാൻ ചോദിക്കുന്നുണ്ട് വിഭീഷണനോട്, ഹനുമാൻ മരിച്ചോ ചോദിക്കുന്നു. എന്നെ പറയും ഹനുമാൻ മരിച്ചിട്ടില്ല, ഹനുമാൻ ജീവിച്ചിരിക്കണമെങ്കിൽ എല്ലാവരും ജീവിക്കും. അപ്പൊ ഹനുമാൻ ഓടിച്ചെന്ന് ചോദിക്കും അവസാനം യുദ്ധരംഗത്ത്, എന്താ ഞാൻ ചെയ്യേണ്ടത്? നീ വേഗം തന്നെ കൈലാസത്തിന്റെയും ഋഷഭാദ്രിയുടെയും നടുക്ക് മരുത്വ മലയുണ്ട്, അവിടെ 4 പിന്നെ മൃതസഞ്ജീവനി കൂടാതെ വിശല്യകരണി, സന്ധാനകരണി, സാവർണകരണി, ഇങ്ങനെ 4 മരുന്നുകളുണ്ട്. ഇത് നീ വേഗം തന്നെ കൊണ്ടുവന്ന് ഇതങ്ങ് കാണുമ്പോഴത്തേക്ക് വളരെ കേട്ടവാദി കേൾക്കാത്ത വാദി അദ്ദേഹം പറന്നു. അവിടെ ചെന്നപ്പം ഈ കൈലാസത്തിന്റെയും ഋഷഭാദ്രിയുടെയും നടുക്ക് ഈ മരുന്നുകളുണ്ട്. ഏതാണ് സന്ധാനകരണി, ഏതാണ് വിശല്യകരണി, ഏതാണ് മൃതസഞ്ജീവനി, ഒന്നും അറിയാൻ പറ്റുന്നില്ല. അതിന് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അതോടുകൂടി എടുത്ത് അദ്ദേഹം ഭീമാകാരമായി ശരീരത്തിന്, എന്നിട്ട് മല കയ്യിൽ എടുത്തുകൊണ്ട് വന്നു. അതിന്റെ കാറ്റേറ്റപ്പോ തന്നെ എല്ലാവരും ജീവിച്ചു. ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് ഒരു സന്ദേശമുണ്ട്. നമ്മുടെ കുട്ടികളുടെ മുൻപില് ഒരു പ്രശ്നം വരുമ്പം അവർ ആ പ്രശ്നത്തിനെ എങ്ങനെ കാണുന്നു, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ജീവിക്കില്ല, ഞാൻ പരീക്ഷയിൽ തോക്കും, അതുകൊണ്ട് ഞാൻ മരിക്കണം, അമ്മയുടെ ആഗ്രഹത്തിനൊത്ത് എനിക്ക് ഉയരാൻ പറ്റില്ല. ഇങ്ങനെ കുട്ടികള് എത്ര ഡിപ്രസ്ഡ് ആവുമ്പോഴാണ് ഹനുമാൻ സ്വാമി എനിക്ക് ഏതാണ് മൃതസഞ്ജീവനി എന്ന് അറിയാൻ പറ്റില്ലപ്പോ ഉടനെ അദ്ദേഹം തന്റെ ദേഹത്തിനെയും മനസ്സിനെയും ശരീരത്തിനെയും വലുതാക്കി, ചിന്തകളെ വലുതാക്കി. നമ്മുടെ കുട്ടികൾ ചിന്തിക്കണം, ഇതിനെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും ഈ പ്രശ്നത്തിനെ, അല്ലാതെ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടലല്ല നമുക്ക് വേണ്ടത്. ഇദ്ദേഹം ഉടനെ തിരിച്ചു വന്നില്ല, എനിക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ഇതിലേതാണ് മൃതസഞ്ജീവനി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നില്ല. അദ്ദേഹം ആ മലയോടുകൂടി എടുത്തു വെച്ചാൽ അദ്ദേഹത്തിന്റെ മനസ്സിനെയും ശരീരത്തിനെയും വലുതാക്കി, എന്നിട്ട് ഇത് കൊണ്ടുപോയി അവിടെ കൊണ്ട് കൊടുക്കായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും ജീവിച്ചു കഴിഞ്ഞ് അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്തു, അതും നമുക്കൊരു പാഠമാണ്. തിരിച്ചതുകൊണ്ട് അതേപടി വെച്ചു.
നമ്മളൊരു കിടക്കയിൽ കിടന്ന് നമ്മൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആ കിടക്ക നമ്മൾ എങ്ങനെ കിടന്നു എന്നുള്ളത് പോലെ മടക്കി വെക്കാനും, ഒരു തോർത്ത് നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെ മടങ്ങിയിരുന്നു അതുപോലെ തിരിച്ചു വെക്കാനും, ഒരു ബുക്ക് നമ്മൾ എടുത്തിട്ട്, ഇതൊക്കെ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടതാണ്. തിരിച്ച് അതേപടി കൊണ്ട് അവിടെ വെക്കുന്നു. ഇങ്ങനെ ഹനുമാൻ സ്വാമിയുടെ ബലവീര്യങ്ങൾ നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. ചിരഞ്ജീവിയായ ഹനുമാൻ സ്വാമി എന്നും ശ്രീരാമനാമം കേൾക്കണം എന്നാണ് അനുഗ്രഹം കൊടുത്തത്. എന്തനുഗ്രഹം നിനക്ക് വേണ്ട ഹനുമാനെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്നും അങ്ങയുടെ നാമം കേൾക്കണം, എന്നും കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ചിരഞ്ജീവിയാണ്. ഇപ്പോഴും ഹിമാലയത്തിന്റെ താഴ്വരയിൽ ഇരുന്ന് നമുക്ക് വേണ്ടി രാമരാമ ജപിച്ച് പ്രാർത്ഥിക്കുകയാണെന്നാണ് പറഞ്ഞത്. അയോധ്യയിൽ ചെല്ലുമ്പോൾ ഹനുമാൻ ടെമ്പിൾ ഉണ്ട്, ഒത്തിരി മുകളിലേക്കാണത്. ഞാനതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. താഴെ നമുക്ക് ആ പൂജയൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണിക്കും. ഒത്തിരി സ്റ്റെപ്പ് കയറണം. ഇപ്പൊ വേറെ മാർഗം ഉണ്ടെന്നൊക്കെ പറയുന്നു. ഞാൻ പോയപ്പോ ഞാൻ താഴെ നിന്ന് തൊഴുതതേ ഉള്ളൂ, അയോധ്യ അമ്പലത്തിന് തൊട്ടടുത്ത്. അപ്പം ഹനുമാൻ സ്വാമി ഇപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ആ രാമരാമ അദ്ദേഹത്തിന്റെ ബുദ്ധിയാണ്. എനിക്ക് എന്നും രാമരാമ എന്നുള്ള നാമം ജപിക്കാനുള്ള അനുഗ്രഹം തരണം. അപ്പൊ ഇദ്ദേഹം ചിരഞ്ജീവി ആയതുകൊണ്ട് രാമരാമ എന്ന നാമത്തിന് ഒരിക്കലും അത് മായുകയില്ല. അത് എന്നെന്നും നിൽക്കും. നമ്മളും നമ്മുടെ വീടുകളില് കുട്ടികളെയും ഒക്കെ വെച്ച് കൂട്ടിയിരുത്തി ഇന്ന് 31-ാം തീയതി ഈ രാമായണത്തിനെ രാമായണം, എൻ്റെ ബുക്ക് ഇതാണ്. ഈ രാമായണത്തിനെ അടച്ചു വെക്കാതെ ഇടയ്ക്കിടെയെങ്കിലും ഇതിലെ ഓരോ, ഞാൻ മിക്കപ്പോഴും ഇപ്പോഴും വായിക്കുമ്പോഴും എനിക്ക് ചിലത് എന്തൊരു അത്ഭുതങ്ങളാണ് ദൈവമേ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാട്ടിലെ സമൂഹത്തിൽ നടക്കുന്നതാണല്ലോ എന്ന് ഓർക്കണ്ട. അപ്പൊ നമുക്കിത് ഇനി അടുത്ത കർക്കിടകം 1-ാം തീയതി അല്ലാതെ ഇടയ്ക്കിടെ നമുക്കിത് എടുത്ത് വായിക്കുവാനും ഇതിലെ നമ്മുടെ കുട്ടികളെ ഇത് പഠിപ്പിക്കുവാനും ഭാഷ നന്നാകാനും ഒക്കെ നമുക്ക് ഒരു പ്രേരക ശക്തിയായി മാറാം. ഈ കൃഷ്ണം വന്ദേ എന്ന ഈ ഒരു ഗ്രൂപ്പിലെ സത്സംഗത്തിൽ എനിക്ക് ഒന്നുകൂടി വരാൻ കഴിഞ്ഞതിൽ ഭഗവാനെ വൈക്കത്തപ്പ, ഞാൻ ഇന്ന് വൈക്കത്തപ്പന്റെ സന്നിധിയിലായിരുന്നു. ആ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീരാമസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും ഒക്കെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. നമുക്ക് രാമായണത്തിൽ നിന്ന് നമ്മൾ വായിച്ചിന്നത്തെ ദിവസം നമ്മൾ ഇത് അടച്ചു വെക്കുമ്പോൾ ഇതിൽ നിന്നുള്ള ഒരു പാഠമെങ്കിലും ഒരു സന്ദേശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം ടീച്ചർ. നമസ്തേ. കൂടുതൽ സമയമായോ? അത് കുഴപ്പമില്ല, സമയം കൂടിയിട്ടൊന്നുമില്ല. സന്തോഷം, വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. ജാമ്പവധർമ്മവും ശല്യധർമ്മവും ഒക്കെ പറഞ്ഞത് വളരെ 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 ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. വളരെ സന്തോഷം. നമുക്കിവിടെ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം.